ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിതാ എണീറ്റു. ഇന്ന് എന്തെല്ലാം നോമ്പ് തുടങ്ങല്ലേ. ഇനി കുളിക്കണം, പല്ല് തേക്കണം. ഇന്ന് ഓഫായതുകൊണ്ട് പരിപാടികൾ എന്താണെന്നറിയില്ല. നത്തിങ് പ്ലാൻഡ്. സോ ഫ്രഷായിട്ട് തുടങ്ങാം. എണീക്കാൻ കുറച്ച് ലേറ്റായി. കാരണമൊന്നുമില്ല. ഒന്നാമത് കണ്ണീച്ച് കിടന്നു. പിന്നോട് അങ്ങനെ കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. റീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന റീൽസ് ഒന്നുമല്ല കേട്ടോ. കുറച്ച് ഇസ്ലാമിക് എഡ്യൂക്കേഷൻസൊക്കെ കൂട്ടിയിട്ടുള്ള കുറച്ച് നല്ല റീൽസ്. രാവിലെ തന്നെ കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇസ്ലാമിക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കേൾക്കുന്നത് എത്രയും ബെറ്റർ ആയിരിക്കും. എനിക്ക് നല്ലതാണെന്ന് തോന്നി. മോർണിംഗിലൊക്കെ നോക്കണ്ട കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയും മുടിയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഒരു ജാതി കോലം. അടുത്തതായി നമ്മുടെ പരിപാടി പല്ല് തേക്കാൻ എൻ്റെ അടുത്ത് പറ്റിയ ഏറ്റവും വലിയ ഫോൾട്ട്, ഞാൻ വിചാരിച്ചതായിരുന്നു ഇന്നലെ തന്നെ. എൻ്റെ ഗോൾഗേറ്റ് ഉണ്ടോ ഇഞ്ചിയം കയറിയ പോലെ ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഇഞ്ചിയം കയറിയ പോലെ ആക്കണം. ഇന്ന് നമുക്ക് പർച്ചേസിനൊന്ന് പോകണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ. പിന്നെ ഇന്നൊരു ചായ കുടിക്കുന്ന കപ്പ് മേടിക്കണം. പിന്നെ ഒരു ചെറിയ കന്തൂറ മേടിക്കണം, ലൈക്ക് കളർഫുൾ കന്തൂറ. ഈ രാവിലെ തന്നെ പല്ലേക്കാൻ വരുമ്പല്ലേ ഈ പൈപ്പിൻ്റെ ഈക്കീന്ന് പറഞ്ഞ സൗണ്ട് ഇങ്ങോട്ടുണ്ട്. എൻ്റെ ഈ പൈപ്പിനുണ്ട് ഒരു ജാതി ഹമുക്ക് സൗണ്ട്. അടുത്ത് നമ്മുടെ പരിപാടി, വീണ്ടും നമ്മൾ ഇഞ്ചിൻ കയറ്റിയ പോലെ ഈ കോൾഗേറ്റിനെ അങ്ങ് വരുന്നുണ്ട് മുതലാക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. നമ്മളുടെ കളി ആരുടെ? നമ്മളോട്. അപ്പം ഞാനിതാ നേരെ ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. സമയം ഇപ്പോൾ വൈകുന്നേരം ആവാനായി, 3 മണി ആവാനായി. അൽവാദ മാളിൻ്റെ അടുത്തായിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് കിട്ടിയാൽ ഞാനത് മേടിക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. എന്തായാലും നമുക്ക് നടന്നങ്ങനെ പോയി നോക്കാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പോകുന്ന വഴിയും അവിടെ എന്തൊക്കെയുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ ഞാൻ ആരെങ്കിലും കൂട്ടിയിട്ടാണ് പോലെ, പക്ഷെ ഇന്നിപ്പോൾ ആരും ഇല്ല എൻ്റെ കൂടെ. എല്ലാവരും ഡ്യൂട്ടിയിലാണ്. എനിക്ക് മാത്രമേ ഇന്ന് ഓഫുള്ളൂ. ഷൂ ഇട്ടാൽ മതിയായിരുന്നു ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് കേട്ടോ. പച്ചയാണോ അതോ ബ്ലൂ ആണല്ലോ? അല്ല, പച്ചയാണ്. പുറത്തത്തെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഞാനാണെങ്കിൽ ഷൂ ഇട്ടിട്ടില്ല, ചെരുപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാനിന്ന് ചെരുപ്പായിട്ടത്. എനിക്കാണെങ്കിൽ അത്രയും നടക്കാനുണ്ട്. ഇവിടുന്ന് കുറേ, ഇതെൻ്റെ ജിമ്മാണ്, ഇതും കഴിഞ്ഞ് കുറേ അപ്പുറത്തേക്ക് നടക്കാനുണ്ട്. ശരിക്കും ആദ്യത്തെ നോമ്പായിട്ടും എനിക്ക് ഒട്ടും ക്ഷീണമില്ല കേട്ടോ, തീരെ ക്ഷീണമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ, അല്ല 2 ആഴ്ച മുന്നേ ഒരു നോമ്പില്ലായിരുന്നോ, അത് നോറ്റോണ്ടാണെന്ന് തോന്നണത്. എനിക്ക് എന്താ പറയുക, ക്ഷീണം തീരെ തോന്നുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ചിങ്ങനെ ഇരുന്ന് ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ 3 മണിക്ക് ഇറങ്ങിയത്. കറക്റ്റ് 3 മണിയായില്ല. ഇനിയിപ്പോൾ നേരെ കുറച്ച് പർച്ചേസ്, കുറച്ച് സാധനങ്ങൾ മേടിക്കുക. കുറച്ച് സാധനങ്ങൾ മേടിക്കുക, അതന്നെ പ്ലാന്. വേറെ പ്ലാനൊന്നുമില്ല. നമ്മളിനിതാ ഈ പമ്പ് കടന്നിട്ട് വേണം പോകാൻ. പമ്പും കഴിഞ്ഞിട്ട് പോകണം, നേരെ അപ്പുറത്തേക്ക് പോകണം. നമ്മൾ നാട്ടിലൊക്കെ ബസ് കാത്ത് നിൽക്കുന്ന പോലെ ബസ് സ്റ്റോപ്പാണിത്. ബസ് സ്റ്റോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ കുറേ സ്റ്റുഡൻസും എല്ലാവരും ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇനിയും ഒരു 4-5
1 2 3 4 5 6 ബിൽഡിങ് കടന്നാലേ എനിക്ക് അവിടെ എത്തുള്ളൂ. മിക്കവാറും ഞാൻ നടന്ന് ക്ഷീണിക്കൂട്ടോ. അപ്പം ഞാനിപ്പോൾ കുറേ എത്തി നടന്നിട്ട്. ഇനി നമ്മുടെ ഫ്രണ്ടിലാണ്. തിരക്കുണ്ടോയെന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ അവിടെ തിരക്കുണ്ടാവുള്ളൂ. കാരണം ഇന്നൊന്നാമത് ഹോളിഡേ സ്റ്റാർട്ടായി, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ടുണ്ടാവും. സോ ഡോണ്ട് നോ അവിടെ തിരക്കുണ്ടോ ഇല്ല എന്നുള്ളത്. പേര് വരുന്നതും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കുറേ പേര് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. സോ മിക്കവാറും തിരക്കുണ്ടാവട്ടെ അവിടെ. പോയി നോക്കാം എന്തായാലും നമുക്ക് അവിടെ. ഇവിടെ കണ്ട മരണത്തിരക്കാണ് അവിടെ. മരണത്തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിരക്ക്. ഇതാണ് കന്തൂറകൾ. ഇഷ്ടം പോലെ കളറുണ്ട്. പക്ഷേ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളറ്. ഇതും രസമുണ്ട്, പക്ഷേ ഏറ്റവും ബെറ്റർ കളറായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാ. പള്ളിയിലേക്ക് ഇടാമല്ലോ തറവിക്കുമ്പോൾ. ഏതാണ് ഗൈസ് നല്ല? ഇതിലും നല്ല കളറുണ്ട്. വേറെ ക്ലോത്ത് 26 ദ്രംസ് ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ. ഇത് രസമുണ്ടല്ലോ, നല്ല കളറ്. പക്ഷെ എനിക്ക് ഈ നെക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഇവിടെ ഒരുത്തിനോട് കിട്ടും. പക്ഷെ അവൻ പറഞ്ഞ സൈസ് തന്നെ ഉള്ളതിൽ വേറെ സൈസ് ഇല്ല എന്ന് പറഞ്ഞു. സെപ്പറേറ്റ് വേറെ സൈസ് ഇല്ല, എത്ര ഈ സൈസ് തന്നെ ഉള്ളൂ. ഇതിപ്പോൾ 58. എനിക്കിഷ്ടപ്പെട്ട കളറ് 58, 56 ഇതുണ്ട്. എനിക്ക് മിക്കവാറും 56 മതിയാവും. ഇതിലൊന്നും 56 കാണില്ല, എല്ലാം കൊണ്ടാ 62. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇത് 58. അങ്ങനെ നോക്കണമെങ്കിൽ ടാഗ് കൂടി ഇടാം. ഇല്ല, 58 ആണോ 56 ആണോ? ഇല്ല, അതുകൂടി ഇട്ടോക്കാം എന്തായാലും. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതല്ല ഒന്നുകൂടി രസം. രസം രണ്ടും കണ്ടിട്ട് എനിക്കെന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതിലിപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന്. എടുത്താലോ? ഒരു രണ്ടിലേതെങ്കിലും ഒന്ന് തൊടും. വലുത്താ റൈറ്റാ ലെഫ്റ്റാ? ഞാൻ എന്തായാലും വിചാരിക്കുന്നത് ഇതെടുക്കാം. പക്ഷെ ഇതിന് ഇവിടെ വരെ ഉണ്ടല്ലേ. ജസ്റ്റ് ഇവിടെ വരെ കാണും. മാഷ് കുഞ്ഞം അത് വേണ്ട, അത്ര വേണം. അത് വേണം. അത് ശരിയാവുമോ? ഇതിന് അതിൻ്റെ ഉള്ളിൽ ടീഷർട്ട് ഇടേണ്ടി വരും. ഇതാക്കണ്ടിപ്പോൾ കൺഫ്യൂഷൻ ആയല്ലോ. അല്ലെങ്കിൽ പിന്നെ വേറെ കളർ കിട്ടാൻ നോക്കേണ്ടി വരും. ആളിക്കട്ടെ. ഫൈനലി ഞാനൊന്നും നോക്കില്ല, ഇതങ്ങോട്ട് എടുത്തു. ഇനി നേരെ താഴത്തെ ഫ്ലോറുകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടോ. ഇതെല്ലാം കുക്കർ ഐറ്റംസുകളാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം എനിക്കില്ല. ഇതെന്താണ്? ഫുള്ള് ടോയ്സുകളാണ്. നാട്ടിൽ പോകുമ്പോഴത്തേനുള്ളതെല്ലാം ഒരു പ്രാവശ്യം കൂടി വന്നിട്ടൊന്ന് കണ്ടു വെക്കേണ്ടി വരും. ഇത്രയും നേരമുള്ള എൻ്റെ ബലമായ പർച്ചേസിൽ ഇതുവരെ കിട്ടിയത് ഒരു കപ്പ്, ഒരു ഫ്ലാസ്ക്, പിന്നെ എൻ്റെ കന്തൂറ. ഇനി ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഗൈസ്. ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഈ പപ്പായയുടെ ഈ ഫേസ് വാഷ് മേടിക്കാനാണ്. ഇത് ഞാൻ സാധാരണ മേടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് തന്നെ ഒന്നങ്ങോട്ട് എടുക്കാം. പിന്നെ ഒരു കോൾഗേറ്റും ഒരു ചെറിയ ചോക്ലേറ്റ് പാക്കറ്റും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് എൻ്റെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ റൂമിൽ പോകട്ടോ. ഇനി റൂമിലെത്തണം. എൻ്റെ അമ്മ കുറേ നടക്കാനുണ്ട്. മിക്കവാറും ഞാൻ ചാവുന്നു. നോമ്പൊന്നും വെച്ചിട്ടില്ലേ. അയ്യോ, ഒന്ന് നടന്നു വന്നപ്പോൾ തന്നെ ടയർഡായി. പോകുമ്പോൾ പറഞ്ഞ പോലെ തന്നെയായി, നല്ല ടയർഡായി. തലക്ക് വേദനയുണ്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കേണ്ടി വരും മിക്കവാറും. കുറച്ച് നടന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അതിൻ്റെ ഉള്ളിലും. കുറച്ച് നേരം എണീക്കാം, കുറച്ച് നേരം കിടക്കാം.